നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. فصدق بالحسنى فسنيسره لليسرى. സ്വർഗ്ഗത്തിലേക്ക് പോകണം, നാളെ നരകത്തിലേക്കല്ല. അല്ലാഹുവിന്റെ കരുണ ലഭിക്കണം, അവന്റെ ശിക്ഷയല്ല. അല്ലാഹുവിന്റെ പൊരുത്തം വേണം, അവന്റെ കോപമല്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നിട്ട് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സത്യവിശ്വാസികളെ, സലാം, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സ്വർഗത്തിൽ ഇനി പേടിക്കണ്ട. ബിമാ സബർതും, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ചു പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ? ഇവിടെ നിങ്ങൾക്കിനി ഹറാമുകളില്ല. സ്വർഗത്തിലെല്ലാം ഹലാലുകളാണ്. വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ഫസനുയസ്സിറുഹു ലിൽയുസ്റാ, ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കാനും അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി വേണമെന്ന് പറയുന്നവരുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അവർക്ക് മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്. ആ ഭർത്താവ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ്. ആദ്യത്തെ ഹിജ്റ എന്റെ ഭാര്യയോടൊപ്പം. ഭാര്യ ആരാണെന്നറിയോ? മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുചേരിയിലുണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ, അവരുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ മറ്റൊരു പേരാണ് റംല ബീവി. അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട്. ഇയാൾക്ക് കള്ളു കുടിക്കണം. അതുകൊണ്ട് കള്ളിനോടുള്ള രുചി, ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ സ്വന്തം ഭാര്യയോട് പറഞ്ഞുപോയി, ഉമ്മു ഹബീബ, നദർതു ഫിൽ അദിയാൻ ഫമാ റഅയ്തു ദീനൻ ഖൈറൻ മിനൻ നസ്റാനിയ്യ. എല്ലാ മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതത്തേക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ. കള്ളുകുടിക്കാൻ തോന്നിയിട്ട് പറഞ്ഞതാ. കള്ളുകുടിക്കാൻ അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നഗ്നരായി കള്ളുകുടിച്ച് കടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ. ആഭാസങ്ങളൊക്കെ എഴുതിയത് കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാർ ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളുകുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നവർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ്. പെണ്ണാണ് അവിടെ പറഞ്ഞത്, റംല ബീവിയാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കിൻ ഭർത്താവേ. കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ള് ഷാപ്പ് കാണുമ്പോഴേക്കും അല്ലാഹുവിനെ മറക്കുകയാണോ? മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അല്ലാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ? പരലോകം മറക്കുകയാണോ? നമുക്കത് പാടില്ലല്ലോ എന്ന് മഹദി റംല ബീവി പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെപ്പോലെ മാല ധരിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, റംല ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്റെ ഭർത്താവ് ക്രിസ്ത്യാനിയായതിൽ സങ്കടപ്പെട്ട് ഉടനെ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന മതം മാറിയാൽ ഉടനെ തന്നെ ത്വലാഖ് സംഭവിക്കും. ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ത്വലാഖ് സംഭവിക്കും. ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിമാണെങ്കിൽ അവിടെ വിവാഹമോചനം നടക്കും. അവിടെ പിന്നീട് ത്വലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. അവരൊറ്റക്കായി എവിടെയാണ്? എത്യോപ്യയിൽ. മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക. എന്തിന്? കള്ളു കുടിക്കാൻ.
പറയട്ടെ, നമ്മുടെ നാടിൽ നിന്ന് ഒന്ന് മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഒന്നും മുംബൈയിലേക്കോ ഒന്ന് ഗൾഫ് നാടുകളിലേക്കോ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ബഹ്റൈനിലോ എവിടെയെങ്കിലും ചെന്ന് നാട് വിട്ടുകഴിഞ്ഞാൽ കോലം മാറുന്ന ആളുകളില്ലേ? നാട് വിട്ട് കഴിയുമ്പോഴേക്കും ആഭാസങ്ങളുടെ ലോകം കാണുമ്പോൾ പടച്ചവനെ, എന്റെ നാട്ടിലേക്ക് ഇതൊന്നും കിട്ടിയില്ല, ഞാനിതെടുക്കട്ടെ. കള്ളുഷാപ്പിലേക്ക്, ബാർ ഹോട്ടലുകളിലേക്ക് ലജ്ജയില്ലാതെ കയറി ചെല്ലുന്നവർ, വേശ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ. റംല ബീവിയുടെ മാതൃക കാണണം. സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി, പക്ഷേ കേട്ടില്ല. റംല ബീവി പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടില്ല. ആ വാർത്ത കേട്ടപ്പോഴാണ് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റംല ബീവിയോട് ഒറ്റക്കാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് ഒരാൾക്കും കിട്ടാനില്ലാത്ത മഹത്വം ലഭിക്കാൻ പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി മുതൽ അവരുടെ ഭർത്താവാകാൻ പോവുകയാണ്. നിക്കാഹിന്റെ വിവരം നജാഷി രാജാവാണ് പറയുന്നത്. അവിടെ ചടങ്ങുകളായി നിശ്ചയമായി കഴിഞ്ഞു. പിന്നെ മദീനയിലേക്ക് 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവരെ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടി സ്വീകരിക്കുകയും സത്യവിശ്വാസികളോട് മുഴുവനും النبي أولى بالمؤمنين من أزواجهم وأزواجه أمهاتهم. നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവല്ലേ, ഉമ്മുൽ മുഅ്മിനീനല്ലേ? റംല ബീവി ഇപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവാണ്. ആ ഒരു ഭാഗ്യം മഹദി ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കുകയും നരകത്തിലേക്ക്, ശിക്ഷയിലേക്ക് തന്റെ ഭർത്താവ് കള്ളുകുടിയുമായി നരകത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ സൂറത്തുൽ ലൈലിലെ ആയത്തൊന്നിങ്ങനെ ഓതി നോക്കിൻ. വമാ ഖലഖൽ ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ. നിങ്ങളിൽ നന്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തിന്മയെ ഇഷ്ടപ്പെടുന്നവർ, നന്മയെ സ്വീകരിക്കുന്നവർ, തിന്മയെ സ്വീകരിക്കുന്നവർ, നന്മയുടെ പക്ഷത്ത് പ്രയാസം സഹിച്ചു നിൽക്കുന്നവർ, തിന്മയെ യഥേഷ്ടം സ്വീകരിക്കുന്നവർ. ഇതിൽ ആരാണോ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത് അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്. അതിലൊരു പക്ഷേ ഒരുപാട് നഷ്ടപ്പെട്ടേക്കും. ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. ആസിയ ബീവിക്ക് നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി. ആസിയ ബീവി മഹദി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമയം മഹദി റളിയല്ലാഹു അൻഹുക്ക് നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ? ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ? ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ? നടുറോട്ടിൽ കിടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് ആസിയത്ത് റളിയല്ലാഹു അൻഹാ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം. രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം. ശുദ്ധ ഖുർആൻ ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം, ഇറാഖിലെ മെസപ്പൊട്ടേമിയയിൽ കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാം, ദിജ്ലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ മെസപ്പൊട്ടേമിയയിൽ പ്രബോധനത്തിന് വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ മുസ്ലിമത്താവാതെ മരിച്ചുപോയി.
മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ഇന്നത്തെ ജോർഡാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് സൊദോം ഗമൊറ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മുസ്ലിമാവാതെ മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഖീല ദഖുലന്നാറ മഅദ്ദാഖിലീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗഭോഗ രോഗികളായി മാറിയപ്പോ ആ തോന്നിവാസത്തിന് സർവ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയപ്പോ മഹാപ്രളയം വരുന്നുവെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ പ്രളയത്തെ സ്വീകരിക്കാൻ കപ്പലുണ്ടാക്കിയ അനിസ്സുനഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരോടും ഖീല പറയപ്പെട്ടു കഴിഞ്ഞു ഉദ്ഖുലന്നാർ നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ മഅദ്ദാഖിലീൻ എന്നെന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു. തൊട്ടിപ്പുറത്തെ ആയത്ത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഇംറഅത ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യയാണ്. സൗജി എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല. മനപ്പൊരുത്തമില്ലാത്തതുകൊണ്ട് ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല, രണ്ടുപേരും മുസ്ലിമായിട്ടില്ല, ഒരാളെ മുസ്ലിമായിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഇംറഅത ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ?